അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പെരുന്നാൾ ദിവസത്തിലെ സുന്നത്തായ കർമ്മങ്ങളെക്കുറിച്ചാണ്. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് പെരുന്നാളിൻ്റെ രാത്രി വളരെ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ്. നമ്മുടെ ദുആകൾക്ക്, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന രാത്രി കൂടിയാണ്. അതുകൊണ്ട് ആ രാത്രിയെ നാം ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കണം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു രാത്രിയെ സജീവമാക്കുക, ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കുക എന്ന് വെച്ചാൽ ആ രാത്രിയുടെ തുടക്കത്തിലുള്ള നിസ്കാരം, മഗ്രിബ് നിസ്കാരം ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുക, മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നിസ്കാരം നിസ്കരിക്കുക, അവ്വാബീൻ നിസ്കരിക്കുക, ഇഷാഇന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നിസ്കരിക്കുക, ഇഷാ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, വിത്ർ നിസ്കരിക്കുക, സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, സുബഹി ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ രാത്രിയെ ഹയാത്താക്കലായി, സജീവമാക്കലായി ഇബാദത്തുകളെ കൊണ്ട്. പെരുന്നാളിൻ്റെ രാത്രിയെ നാം ഇത്തരം ഇബാദത്തുകളെ കൊണ്ട് നാം സജീവമാക്കുക തന്നെ വേണം. ഖറജ മിൻ ദുനൂബിഹി കയൗമ വലദതുഹു ഉമ്മുഹു. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ, നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങളെ പൊറുപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് പെരുന്നാളിൻ്റെ രാത്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരും. ഒരു ഉമ്മ പ്രസവിക്കപ്പെട്ട കുട്ടിയെപ്പോലെ നമുക്ക് ആയിത്തീരാൻ ഉള്ള ഒരു അവസരം കൂടിയാണ് പെരുന്നാളിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ടത് പെരുന്നാളിൻ്റെ രാത്രിയെ ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ ഒരു സുന്നത്താണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത്. ശവ്വാലിന്റെ പിറ കണ്ടത് മുതൽ നമുക്ക് തക്ബീർ ആരംഭിക്കാം. പെരുന്നാൾ നിസ്കരിക്കുന്നത് വരെയാണ് തക്ബീറിന്റെ സമയം. ഈ സമയത്തിനുള്ളിലായി ധാരാളം തവണ നമുക്ക് തക്ബീർ ചൊല്ലിയിട്ട് പെരുന്നാൾ ദിവസത്തെ നമുക്ക് ആഘോഷിക്കാൻ പറ്റും. പെരുന്നാൾ തക്ബീറിന്റെ രൂപം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതാണ് തക്ബീറിന്റെ രൂപം. ഈ തക്ബീറിനെ നാം അധികരിപ്പിക്കണം. സ്ത്രീകൾ ശബ്ദം കുറച്ചും പുരുഷന്മാർ അല്പം ശബ്ദം ഉയർത്തിയുമൊക്കെ തക്ബീർ അധികരിപ്പിക്കാം. അപ്പോൾ പെരുന്നാൾ ദിവസത്തിൽ ഈ തക്ബീറിനെ അധികരിപ്പിക്കാൻ നാം ശ്രമിക്കണം. മറ്റൊരു സുന്നത്താണ് കുളിക്കുക എന്നുള്ളത്. ചെറിയ പെരുന്നാളിന് പ്രത്യേകമായി കുളി സുന്നത്തുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം വൃത്തിക്ക് വളരെ പ്രാധാന്യം നൽകിയ ഒരു മതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വൃത്തിയുള്ളവരെയും വൃത്തിയെയും ഒക്കെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വ യുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു തആല തൗബ ചെയ്യുന്നവരെയും ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടുന്നു. പെരുന്നാളിൻ്റെ അന്ന് പ്രത്യേകമായി കുളിക്കൽ സുന്നത്താണ്. ആ കുളിക്കുന്ന സമയത്ത് നമ്മൾ നിയ്യത്ത് വെക്കാൻ മറന്നു പോകരുത്. നമ്മുടെ ഓരോ ഇബാദത്തുകളും സ്വീകരിക്കുന്നത് നിയ്യത്തിനനുസരിച്ചാണ്. അതുകൊണ്ട് പെരുന്നാളിൻ്റെ കുളിക്കുന്ന സമയത്ത് ചെറിയ പെരുന്നാളിൽ സുന്നത്തായ കുളിയെ ഞാൻ കുളിക്കുന്നു എന്നുള്ള നിയ്യത്തോടുകൂടെ നാം കുളിക്കുക. കുളിയുടെ മര്യാദകളൊക്കെ നാം പാലിക്കണം. കുളിക്കുന്നതിന് മുമ്പ് പരിപൂർണമായ ഒരു വുളു എടുക്കുക. കുളിയുടെ ശേഷം നമ്മൾ വുളുവിന് ശേഷം ചൊല്ലാറുള്ള ദിക്റുകളൊക്കെ ചൊല്ലലും സുന്നത്താണ്. അങ്ങനെ പെരുന്നാളിൻ്റെ അന്ന് കുളിക്കൽ പ്രത്യേകമായ സുന്നത്താണ്. മറ്റൊരു സുന്നത്താണ് സുഗന്ധം പൂശുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന വസ്തുക്കളിൽ ഒന്നാണ് സുഗന്ധം എന്നുള്ളത്. ഒരാൾ സുഗന്ധം ഉപയോഗിക്കുന്നതിലൂടെ അയാളുടെ ബുദ്ധി വികസിക്കും, അയാളുടെ മനസ്സിനൊരു സുഖം കിട്ടും, ടെൻഷന് നീങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ള ഒരു പതിവ് നാം കൊണ്ടുവരണം. നമ്മുടെ മക്കളിലേക്ക് ആ ഒരു ശീലത്തെ നമ്മൾ പകർത്തി കൊടുക്കണം. നമ്മുടെ മക്കളുടെ ബുദ്ധി വികസിക്കാൻ, അവരുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകാനൊക്കെ സുഗന്ധം പൂശുന്നതിലൂടെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് സുഗന്ധം പൂശുക എന്നുള്ളത് പെരുന്നാളിൻ്റെ അന്ന് പ്രത്യേകമായ സുന്നത്താണ്. നല്ല സുഗന്ധം വാങ്ങുക, എന്നിട്ട് അത് പുരട്ടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ പെരുന്നാളിൻ്റെ അന്നത്തെ മറ്റൊരു സുന്നത്താണ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അല്പം ഭക്ഷണം കഴിക്കുക എന്നുള്ളത്.
ബലിപെരുന്നാളിന് നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെയും ചെറിയ പെരുന്നാളിൻ്റെ അന്ന് ഒരൽപ്പം ഭക്ഷണം കഴിച്ചുമാണ് നമ്മൾ പോവേണ്ടത്. മറ്റൊരു സുന്നത്ത്, വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് പെരുന്നാൾ നിസ്കാരമാണ്. പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, വിശദീകരിക്കുന്നില്ല. പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ ദിവസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. പുരുഷനും സ്ത്രീയുമൊക്കെ നിർബന്ധമായും അത് നിർവഹിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പെരുന്നാൾ നിസ്കാരത്തെ ഒരല്പം ബന്ധിപ്പിക്കൽ സുന്നത്താണ്. കാരണം നമുക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള സമയം ഒരല്പം കൂടി കിട്ടാൻ വേണ്ടി പെരുന്നാൾ നിസ്കാരത്തെ പിന്തിപ്പിക്കൽ സുന്നത്താണ്. എന്നാൽ ബലിപെരുന്നാളിന്റെ നിസ്കാരത്തെ വേഗത്തിലാക്കലും സുന്നത്താണ്. കാരണം നമുക്ക് ഉളുഹിയ്യത്ത് അറുക്കാനുണ്ട്. ഈ ചെറിയ പെരുന്നാളിന്റെ നിസ്കാരത്തെ അല്പം ബന്ധിപ്പിക്കൽ സുന്നത്താണ്, ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള സമയം നമുക്ക് കിട്ടാൻ വേണ്ടി. അതുപോലെ മറ്റൊരു സുന്നത്താണ് നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത്. വില കൂടിയ നല്ല പുതിയ വസ്ത്രം ധരിക്കുക എന്നുള്ളത് പെരുന്നാളിൻ്റെ മറ്റൊരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ള വസ്ത്രത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളെ കഫൻ ചെയ്യാനുള്ളത് വെള്ളയിലാണ്. അതുകൊണ്ട് വെള്ള വസ്ത്രത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് വെള്ള വസ്ത്രമായാൽ ഒന്നുകൂടെ നല്ലത്. ഏതായാലും പുതിയ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് പെരുന്നാളിൻ്റെ അന്നത്തെ ഒരു സുന്നത്താണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു വിഷയം, നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ദൂരം കൂടിയ വഴിയിലൂടെ പോവലാണ് സുന്നത്ത്. തിരിച്ചു വരുന്ന സമയത്ത് എളുപ്പ വഴിയിലൂടെ വരാം. പള്ളിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ദൂരം കൂടിയ വഴിയിലൂടെ പോവുക. കാരണം നമ്മുടെ ഓരോ ചവിട്ടടിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നുണ്ട്. ഓരോ ചവിട്ടടിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് ദൂരം കൂടിയ വഴിയിലൂടെ പള്ളിയിലേക്ക് പോവുക. തിരിച്ചു വരുന്ന സമയത്ത് എളുപ്പ വഴിയിലൂടെയും വരിക. നടന്നുകൊണ്ട് പോവാൻ ശ്രമിക്കുക. മറ്റൊരു സുന്നത്താണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. പെരുന്നാൾ സുദിനത്തിൽ നമ്മുടെ കുടുംബക്കാർ അവരുടെ വീടുകളിലേക്കൊന്ന് പോയി സന്തോഷം പങ്കിടുക, ആശംസകൾ കൈമാറുക. പെരുന്നാൾ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. അതുപോലെ മറ്റൊരു സുന്നത്താണ് ആശംസകൾ കൈമാറുക എന്നുള്ളത്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന വാചകമൊക്കെ ഉപയോഗിച്ച് നമുക്ക് ആശംസകൾ കൈമാറാം. ആശംസകൾ കൈമാറുക എന്നുള്ളത് സുന്നത്തായ ഒരു കർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പെരുന്നാളിനെ ഇത്തരം സുന്നത്തായ കർമ്മങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് പെരുന്നാളിനെ ആഘോഷിക്കാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വേണ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ട്. അവരെയൊക്കെ ഈ ദിവസത്തിൽ നാം ഓർക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരുടെ ഖബറുകളൊക്കെ സിയാറത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരുടെയൊക്കെ ബർസഖി ജീവിതം അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലുമാക്കി അവരുടെ ഖബറുകളെയൊക്കെ സ്വർഗീയ ആനന്ദങ്ങൾ നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.